ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, പച്ചമുളക്, സവോള, തക്കാളി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ചേർക്കുന്നതനുസരിച്ച് പറഞ്ഞുതരാം. നമുക്ക് 1 കിലോളം വരുന്ന പ്രോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് ഉപ്പും കുരുമുളകും മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോൺസിൻ്റെ തല എടുത്തിട്ട് സ്റ്റോക്കും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാലയാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ചെറുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിന ഇലയും 2 ടേബിൾ സ്പൂണോളം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. സോ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ആവശ്യാനുസരണം വെള്ളം ചേർത്താൽ മതി. സോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറു സൈഡിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോൺസ് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോൺസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റെസിപ്പിയിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒണിയൻസ് വേണം. അപ്പോൾ അതിന് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ റോസ്റ്റിന് വേണ്ടിയുള്ള പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ്റെ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന അതേ പാനിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഏകദേശം ഒരു പാകമായപ്പോൾ നമ്മൾ 1 കപ്പ് ടൊമാറ്റോയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സോ ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സ്റ്റോക്ക് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ മസാല പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇതാ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചിരുന്ന പ്രോൺസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എത്ര സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.